ആസിഫ് അലി ചിത്രം ടിക്കി ടക്കിയിൽ അവൻ കാമിയോ റോൾ, പാട്രിയറ്റ് ചിത്രം പക്ക ഫാൻബോയ് സംഭവം, ലോക ചാപ്റ്റർ 2 കിടിലൻ അപ്ഡേറ്റ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജനനായകൻ സിനിമയ്ക്ക് പിന്നാലെ മറ്റൊരു പ്രതീക്ഷയുള്ള തമിഴ് സിനിമയ്ക്കും സെൻസർ ബോർഡ് ഇഷ്യൂ വന്നിരിക്കുന്നു. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, എസ്.ജെ. സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വിഘ്നേഷ് സംവിധാനം ചെയ്ത എൽ.ഐ.കെ എന്ന സിനിമയ്ക്കാണ് സെൻസറിംഗ് ടൈമിൽ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ സെൻസർ ബോർഡ് പറയുന്നത് 20-ലധികം സ്ഥലങ്ങളിൽ സിനിമയ്ക്ക് കട്ട് വേണമെന്നാണ്. അങ്ങനെയെങ്കിൽ വരുന്ന വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി ഫെബ്രുവരി 12-ാം തീയതി റിലീസിന് എത്തേണ്ടിയിരുന്ന എൽ.ഐ.കെ എന്ന ഈ ചിത്രത്തിന്റെ റിലീസ് മാറ്റാൻ സാധ്യതയുണ്ട്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ നസ്ലിൻ, സൗബിൻ ഷാഹിർ, ടോവിനോ തോമസ്, ശ്രീനാഥ് ബാസി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബാച്ചലർ പാർട്ടിയുടെ രണ്ടാം ഭാഗമായ ഡ്യൂഎക്സ്. നിലവിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഇപ്പോൾ എറണാകുളത്തെ തലയോല പറമ്പിൽ വെച്ച് തുടക്കമായെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനും തലയോല പറമ്പ് തന്നെ. ഈ ഒരു ലൊക്കേഷൻ കൂടാതെ ഇടുക്കി, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഡ്യൂഎക്സിന് ഷൂട്ട് ഉണ്ടാവും. ഈ വർഷം അവസാനത്തോടെയാവും ഈ സിനിമ റിലീസിനെത്തുക. ശിവകാർത്തികേയൻ, രവി മോഹൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കോൺഗ്രസ് സംവിധാനം ചെയ്ത പരാശക്തി എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. C5 ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി 7-ാം തീയതി C5-ലൂടെ പരാശക്തി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അരുൾനിധിയെ നായകനാക്കി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്തു വരുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ഡിമോണ്ടി കോളനി 3. ഓൾറെഡി ഈ ചിത്രത്തിന്റെ ആദ്യ 2 ഭാഗങ്ങൾ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ 3-ാം ഭാഗവും റിലീസിനെത്തുന്നു. വരുന്ന മെയ് മാസം 21-ാം തീയതി ഡിമോണ്ടി കോളനി 3 തിയേറ്ററുകളിലേക്ക് എത്തും. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ ജി പ്രജിത്ത് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ആശകൾ 1000. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ആശകളും അവർ നേരിടുന്ന ജീവിത സാഹചര്യങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയമെന്ന് ട്രെയിലർ വ്യക്തമാക്കുന്നുണ്ട്. വലിയ ആക്ഷൻ രംഗങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും ഈ ചിത്രമെന്നും ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട്. വരുന്ന ഫെബ്രുവരി 6-ാം തീയതി തമിഴിലും മലയാളത്തിലുമായി ചിത്രം റിലീസിനെത്തും. ഏകദേശം 12 കോടി രൂപ മുതൽ മുടക്കിൽ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ആശകൾ 1000 നിർമ്മിച്ചിട്ടുള്ളത്. ഹോളിവുഡിലെ പ്രശസ്ത സിനിമ ഫ്രാഞ്ചൈസിയാണല്ലോ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ചിത്രത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫൈനൽ പാർട്ടിന്റെ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന 2028 മാർച്ച് 17-നാണ് ചിത്രം റിലീസിനെത്തുക. അജിത് കുമാർ നായകനായി കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മങ്കാത്ത എന്ന ചിത്രത്തിന്റെ ആദ്യ 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും മാത്രം 14,42,00,000 രൂപയും, കർണാടകയിൽ നിന്നും 75 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 21 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്നും 3,20,00,000 രൂപയും സ്വന്തമാക്കിയ മങ്കാത്തയുടെ 8 ദിവസത്തെ റീ റിലീസ് കളക്ഷൻ 18,58,00,000 രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ദളപതി വിജയിയുടെ ഗില്ലി എന്ന സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന റീ റിലീസ് സിനിമയായിട്ടും മങ്കാത്ത മാറിയിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി മാരുതി സംവിധാനം ചെയ്ത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹൊറർ കോമഡി ഫാന്റസി സിനിമയായിരുന്നു ദ രാജാ സാബ്. ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ആദ്യം രാജാ സാബ് വരുന്ന ഫെബ്രുവരി 13-ാം തീയതി OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് പ്രീപോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാജാ സാബിന്റെ ഡീറ്റെയിൽഡ് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതാണ്ട് 400 കോടി രൂപയോളം മുതൽ മുടക്കിലെത്തിയ ചിത്രത്തിന്റെ ടോട്ടൽ ആന്ധ്ര തെലങ്കാന കളക്ഷൻ 124 കോടി രൂപ, കേരള കളക്ഷൻ 50 ലക്ഷം രൂപ, കർണാടക കളക്ഷൻ 15,25,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 2,75,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 28 കോടി രൂപ, ഓവർസീസ് കളക്ഷൻ 34,50,00,000 രൂപ. 400 കോടി രൂപ ബഡ്ജറ്റിലെത്തിയ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 205 കോടി രൂപ. ചിത്രം തിയേറ്ററുകളിൽ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രാജാസാബിന്റെ പുതിയ OTT റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 6-ാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ദ രാജാസാബ് OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. പ്രധാനമായും കമന്റിൽ വന്ന ഉത്തരം പോലെ തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിലെ ഒരു ഫ്രെയിമാണിത്. സാം FT, ജിനു ജോയ്, സ്മാർട്ട് ഇന്ത്യൻ, ഷാനിക്ക്, സ്വപ്നസഞ്ചാരി തുടങ്ങിയവരാണ് ശരിയായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയ 5 പേർ. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 3 എന്ന ചിത്രം റിലീസിനെത്തുന്നു. ഇന്ത്യന്റെ 2-ാം ഭാഗത്തിന് മോശം പ്രതികരണം കിട്ടിയതിനെ തുടർന്ന് ഇന്ത്യൻ 3 ഡയറക്റ്റ് OTT റിലീസിലേക്ക് കടക്കുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുകയാണ്. കമലഹാസനൊപ്പം കാജൽ അഗർവാൾ, സിദ്ധാർത്ഥ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഇന്ത്യൻ 3 വരുന്ന ഓഗസ്റ്റ് മാസം 13-ാം തീയതി പാനിന് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L367. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വമ്പൻ ബജറ്റിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി തയ്യാറാവുന്ന L367 എന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. ഇന്ന് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ദുരന്തർ എന്ന സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള ശശ്വന്ത് സച്ചിദേവാവും L367-നും മ്യൂസിക് ഒരുക്കുക. അത് മാത്രവുമല്ല, ലാലേട്ടനൊപ്പം മറ്റൊരു അന്യഭാഷാ താരവും ഈ ചിത്രത്തിൽ ഒരു ലീഡ് റോൾ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്.
സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ സൂര്യ 46. ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന ഈ ചിത്രത്തിൽ മലയാളി താരം മമിത ബൈജു ആണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം വരുന്ന മെയ് മാസം അവസാനം സൂര്യ 46 റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു മൂവി ടീം. എന്നാൽ ഇപ്പോൾ മെയ് മാസത്തിൽ നിന്നും റിലീസ് മാറ്റി ജൂലൈ മാസം 16-ാം തീയതിയിലേക്ക് ചിത്രത്തിന്റെ റിലീസ് ഉറപ്പിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന ചിത്രം ഏപ്രിൽ 10-ന് റിലീസ് തീരുമാനിച്ചതിനാലാണ് സൂര്യ 46ന്റെ റിലീസ് ജൂലൈയിലേക്ക് നീട്ടിയത് എന്നാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ജയിലർ 2. കഴിഞ്ഞ ദിവസം വരെ ജയിലർ 2ന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റായി സൂചിപ്പിച്ചിരുന്നത് വരുന്ന മാർച്ച് മാസത്തിലാവും സിനിമയുടെ എൻഡയർ ഷൂട്ട് പൂർത്തിയാവുകയെന്നായിരുന്നു. എന്നാൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ആഴ്ച തന്നെ ജയിലർ 2ന്റെ ഷൂട്ടിംഗിന് പായിക്കപ്പാവും. തുടർന്ന് വരുന്ന ഓഗസ്റ്റ് മാസം ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായി ജയിലർ 2 റിലീസിന് എത്തിക്കാനുള്ള പ്ലാനിലാണ് മൂവി ടീം. രജനീകാന്തിനൊപ്പം രമ്യാകൃഷ്ണൻ, സന്താനം, യോഗി ബാബു, സുരാജ് വെഞ്ഞാറമ്മൂട്, വിദ്യാബാലൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിൽ ശിവരാജ് കുമാർ, ലാലേട്ടൻ, ഷാരൂഖ് ഖാൻ എന്നിവരും കാമിയോ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടിക്കി ടക്ക. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന ടിക്കി ടക്കയുടെ ചിത്രീകരണം ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതിനെപ്പറ്റി അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ടിക്കി ടക്കയുടെ അവസാനഘട്ട ചിത്രീകരണത്തിൽ പൃഥ്വിരാജും ജോയിൻ ചെയ്യാൻ ഒരുങ്ങുന്നു. വരുന്ന ഫെബ്രുവരി 8-ാം തീയതി മുതൽ ഏകദേശം 15 ദിവസത്തെ അവസാനഘട്ട ചിത്രീകരണത്തിലാവും പൃഥ്വിരാജ് സുകുമാരൻ പങ്കെടുക്കുക. കാത്തിരിക്കാൻ ഫെബ്രുവരി 4-ാം തീയതി പുറത്തു വരാനിരിക്കുന്ന ടിക്കി ടക്കയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായി. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയ്ക്ക് ശേഷം മുഹ്സിൻ പെരാരിയും സക്രിയയും ചേർന്ന് തിരക്കഥ എഴുതി മുഹ്സിൻ പെരാരി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എൽ ക്ലാസിക്കോ. ടൊവിനോ തോമസും നസ്രയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് കഴിഞ്ഞ ദിവസം കോട്ടക്കലിൽ വെച്ച് തുടക്കമായിട്ടുണ്ട്. AVA പ്രൊഡക്ഷൻസും മാർഗ എന്റർടൈൻമെന്റ്സും ചേർന്ന് നിർമ്മിക്കുന്ന എൽ ക്ലാസിക്കോ വരുന്ന ഓണം റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ വർഷം മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ 2 ചാത്തൻ എന്ന സിനിമയുടെ തിരക്കഥാ വർക്കുകൾ നിലവിൽ നടന്നു വരികയാണ്. ഓൾറെഡി ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ചാത്തൻ എന്ന കഥാപാത്രത്തെ ബേസ് ചെയ്തായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ കഥ നടക്കുകയെന്ന് മൂവി ടീം തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സൂചനകൾ പ്രകാരം ടൊവിനോയ്ക്കൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിൽ ബേസിൽ ജോസഫും ഈ ചിത്രത്തിൽ എത്താൻ സാധ്യതയുണ്ട്. മുൻപ് ലോക ചാപ്റ്റർ 1-ൽ നസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ചെയ്യാനിരുന്നത് ബേസിലായിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ബേസിലിന് ലോക ചാപ്റ്റർ 1-ൽ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ലോക ചാപ്റ്റർ 2-ൽ ബേസിൽ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പാട്രിയേറ്റ്. ഇന്നിപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ മഹേഷ് നാരായണൻ പറഞ്ഞിരിക്കുന്ന ചില അപ്ഡേറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ കഥയ്ക്കുള്ളിൽ പ്രധാനമായും ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സൂപ്പർ താരങ്ങളെ വെച്ച് ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാസ് മൊമെന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു ക്ലീൻ എന്റർടൈനർ ആയിട്ടാണ് പാട്രിയേറ്റ് ഒരുക്കിയിട്ടുള്ളതെന്നാണ് മഹേഷ് നാരായണൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വരുന്ന ഏപ്രിൽ 23-ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഈ ചിത്രം പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ പാട്രിയേറ്റ് റെക്കോർഡുകൾ തൂക്കുമെന്ന് തീർച്ച. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഈ ചിത്രം ഏതെന്ന് അറിയാവുന്നവർ അതൊന്ന് കമന്റ് ചെയ്യുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.